മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എത്ര വലിയ ഡയബറ്റിക് ആണെങ്കിൽ പോലും ഒരു വട്ടയപ്പം തിന്നാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു വട്ടയപ്പമാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റാഗി അല്ലെങ്കിൽ പഞ്ഞപ്പുല്ലിൻ്റെ പൊടി. പഞ്ഞപ്പുല്ലിൻ്റെ പൊടിയോട് ചേർത്ത് ഇത് ഒരു അപ്പത്തിൻ്റെ മാവാണ്. ഇത് നല്ല സൂപ്പറായിട്ട് പൊങ്ങിയിരിക്കുന്ന ഈ മാവാണ് ഇതിൻ്റെ ഇനാക്കുലം. ഇത് ചേർത്താണ് ഈ പൊടി കുഴയ്ക്കുന്നത്. അതിനോട് ചേർത്ത് തേങ്ങ, ജീരകം, ഏലക്ക ചേർത്ത് ചെറുതായിട്ട് അരച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ശർക്കര. ഈ ശർക്കരയ്ക്ക് ഒട്ടും ചെളിയില്ലാത്ത നല്ലൊരു ശർക്കരയാണ്. അത് മോരിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒന്നിച്ച് അരച്ച് കലക്കി വെച്ചാൽ 1 മണിക്കൂറിനകം ഇത് നന്നായിട്ട് പൊങ്ങി വരും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഈ ഇനാക്കുലം, ഈ വട്ടയപ്പത്തിൻ്റെ മാവുണ്ടല്ലോ, ഈ മാവ് വെച്ച് ഇതിങ്ങനെ ചെയ്താൽ പെട്ടെന്ന് 2 മണിക്കൂർ കൊണ്ട് നമുക്ക് വട്ടയപ്പം റെഡിയാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം ഈ ഇനാക്കുലം ഇതിനോട് ചേർത്ത് ഈ ശർക്കരയും ഈ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം. കറക്കിയെടുത്ത് കാണിച്ചു തരാവേ. റാഗി വട്ടയപ്പത്തിനുള്ള മാവ് റെഡിയാക്കി കഴിഞ്ഞു. ഇത് ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പൊങ്ങി നിറഞ്ഞ് പുഴുങ്ങി എടുക്കാവുന്നതാണ്. താങ്ക് ഗോഡ്, വട്ടയപ്പത്തിൻ്റെ മാവ് 1 മണിക്കൂറേ ആയുള്ളൂ. നല്ല പതഞ്ഞ് പൊങ്ങി വന്നിരിക്കുന്നു. സൂപ്പറായിട്ടുണ്ട്. ഇനി നല്ല സോഫ്റ്റായിട്ട് പുഴുങ്ങി കാണിച്ചു തരാം. റാഗി ഡയബറ്റിക് വട്ടയപ്പം റെഡിയായി. സ്റ്റീം ചെയ്തെടുത്ത് ഏത് ഭക്ഷണ പദാർത്ഥങ്ങളും അതിലേക്ക് ആവിവെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ടർക്കി ടവൽ കൊണ്ട് മൂടിയിടുന്നത് നല്ലതായിരിക്കും. ഉണ്ടോ, ഇതുപോലെ 2 പാത്രം നിറച്ച് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. റാഗി വട്ടയപ്പം റെഡി. അടിയിൽ ഈ പാത്രത്തിൻ്റെ അടിയിൽ സ്വല്പം നെയ്യ് പുരട്ടിയതുകൊണ്ട് ഇതിനൊരു നെയ്യുടെ നല്ല രുചിയും കാണും. എളുപ്പം അടർത്തിയെടുക്കാനും പറ്റും. ദേവാലയത്തിലെ ഞങ്ങളുടെ ഇടവക വികാരി അച്ഛനും പ്രധാന ശുശ്രൂഷകനും വന്നിട്ടുണ്ട്. അവർക്ക് ഡയബറ്റിക്കിൻ്റെ ഒരു ഫുഡ് കൊടുക്കാനായി എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാനുണ്ടല്ലോ ഉണ്ടാക്കിയ റാഗി വട്ടയപ്പം കൊടുക്കുകയാണ്. സണ്ണിക്ക് ഇഷ്ടപ്പെട്ടോ? അത് ശർക്കര ചേർത്ത അച്ഛാ ഉണ്ടാക്കിയത്. അതുകൊണ്ട് മധുരം, ശർക്കര നല്ല ശർക്കര. ഈ ശർക്കരയ്ക്കകത്തൊട്ട് കല്ലും മണ്ണും ഒന്നുമില്ല. അതുകൊണ്ട് അത് ഉണ്ടാക്കാനും എളുപ്പമാണ് റാഗിപ്പൊടി ചേർത്ത്. ശരി അച്ഛാ.